ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. ഞാൻ ജേർണൽ കിറ്റ് വാങ്ങിയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി കണ്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ 4 ജേർണൽസ് ആദ്യം ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ നോട്ട്ബുക്ക് എന്നുള്ളത്. ഫസ്റ്റിനത് ഈ ഒരു ജേണലാണ് ആണോ. പിന്നെ അത് ഈ ഒരു ജേണൽ ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതൊക്കെ ഞാൻ ഇന്നും ഇന്നലെയായിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചാനൽ ഇടാലോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റിനതാ ഞാൻ ഒരു സ്ക്രാപ്പ് പേപ്പറിൻ്റെ ഒരു പീസ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കീറിയെടുക്കാം. ഇങ്ങനെ ഒരു പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതെവിടെയാണ് ഒട്ടിക്കുന്നത് വെച്ചാൽ ുന്നുണ്ട്. ഇതിലൊരു പണിയാണ് കേട്ടോ ഒരു സ്ക്രാപ്പ് പേപ്പർ ഒട്ടിക്കുന്നത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഭയങ്കര ഒരു പണിയാണ്. ഇതേപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഒരു സ്ക്രാപ്പ് പേപ്പറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളിത് ഇതേപോലെ ഇങ്ങനൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനൊരു പീസ്, കുഞ്ഞ് പീസാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളപ്പം ഇങ്ങനെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഈ ഒരു സ്ക്രാപ്പ് പേപ്പർ തന്നെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഇതൊക്കെ മുറിച്ച് കളയുന്നില്ല. ഇതിന് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പം നമ്മളത് ഇതേപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളഞ്ഞും തിരിഞ്ഞൊക്കെയാണ് കേട്ടോ. അപ്പം അതായത് നമുക്ക് ഇനി ഒന്ന് വളഞ്ഞില്ലേ ഗൈസ്, വളഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. ഇപ്പോൾ വളഞ്ഞത് കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഇതിൻ്റെ അപ്പുറം എങ്ങനെയാണെന്ന്. അങ്ങനൊരു പ്രശ്നമുണ്ട് ഗൈസ്. ഞാനപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കാമല്ലേ. ഇവിടെ ഞാനൊരു ബ്ലാങ്ക് ആയിട്ട് എടുക്കാം. അല്ല വേണ്ട, ഈ ഒരു സൈഡിൽ നമ്മളൊന്നും ഒട്ടിച്ചില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നിറക്കാനുള്ളതാണ്. ഇതാ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കീറിയെടുക്കാം. കണ്ടോ ഇത് നോക്കി. ഇത് രണ്ടും അപ്പുറം ഒന്നും മനസ്സിലാവില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കിഷ്ടമുള്ളൊരു ഭാഗം എടുത്തിട്ടാണ് ഗൈസ് പശ തേച്ച് കൊടുത്തൊട്ടിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ഏത് ഭാഗത്താണ് ഒട്ടിക്കുന്നത് എന്നും കൂടി നോക്കിയിട്ടാണല്ലോ പശ തേക്കേണ്ടത്. ഏകദേശം എല്ലാ ഭാഗവും ഇങ്ങനെ ഒരു ഇത് ആയിട്ടുണ്ട്.
കുറച്ചുള്ളൂ കേട്ടോ ഒരു സംഭവം സ്ക്രാപ്പ് പേപ്പർ ഇനി ബാക്കി. അതുകൊണ്ടാണ് അതില്ല. ഇനി വേറെ 3 കൂടിയുണ്ട്. ഇത് വേറെ ഒരു സ്ക്രാപ്പർ കൊണ്ട് നമ്മൾ 5 ജേണലാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ പിശുക്കി യൂസ് ചെയ്യുന്നതുകൊണ്ടല്ല, സ്ക്രാപ്പ് പേപ്പറിൻ്റെ അല്പം കൊണ്ടാണ് കേട്ടോ. നമ്മളിങ്ങനൊരു പീസും കൂടി എടുത്തിട്ടുണ്ട്. പശപ്പൊടി മക്കളെ, പശപ്പൊടി നമ്മളിത് ഇവിടെയും ഇടിച്ചെടുക്കാം. ഇതിപ്പോൾ എനിക്കിഷ്ടമുള്ളിടത്ത് നോക്കി സ്ക്രാപ്പ് പേപ്പറാണ് എൻ്റെ ഒരു ജേണൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാറ്. അതല്ലെങ്കിലും ജേണൽ എന്ന് പറയുമ്പോൾ പിന്നെ സ്ക്രാപ്പ് പേപ്പർ ഇല്ലാതെ നമുക്ക് ചെയ്യാനും പറ്റില്ലല്ലോ. ഇതൊരു ഐറ്റം കൂടിയാണ് ജേണൽ. എനിക്ക് പിന്നെ ഒരു ചെറിയൊരു സങ്കടം ഉണ്ടായൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജേണൽ കിട്ടില്ല, നമുക്ക് സർക്കിൾ സ്റ്റിക്കർ എന്ന് പറഞ്ഞ സാധനം കിട്ടിയില്ല. അപ്പം എനിക്ക് കുറച്ചൊരു സങ്കടമായി. എങ്കിലും കുഴപ്പമില്ല അല്ലേ ഗൈസ്. നമ്മൾ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഓർത്തിട്ട് ഞാൻ എനിക്കും അതൊക്കെ മറന്ന്. എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം എനിക്ക് സർക്കിൾ സ്റ്റിക്കറിനോട് അത്ര എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതല്ല ഒരു ഗ്രീൻ ഇതിലോട്ട് അത് ചേർത്തില്ല. പിന്നെ അതായത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തു. പക്ഷെ എനിക്ക് സ്ക്രാപ്പ് പേപ്പറിൻ്റെ പരിപാടി നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതെനിക്കിഷ്ടമായില്ല കേട്ടോ. ഞാനിപ്പോൾ വെട്ടിയെടുത്ത സർക്കിൾ എനിക്കിഷ്ടമില്ല. ഇതപ്പോൾ ഒരു സ്ക്രാപ്പ് പേപ്പറിൻ്റെത് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ സ്ക്രാപ്പ് പേപ്പർ ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ അടുത്തായിട്ട് കാർഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഏത് കാർഡ് എടുക്കാൻ നോക്കാം. ഇഷ്ടമുള്ളൊരു കാർഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്ന കാർഡ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു കാർഡ് ഒരു വലുതായി തോന്നിട്ടോ. ഞാൻ അത് 2 പീസാക്കി എടുത്തു. കണ്ടോ, ഇത് 2 കാർഡ് പോലെ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഇനി ഇത് നമ്മൾ പൊട്ടിച്ചു കൊടുക്കുക. അത് എവിടെയാണ് പൊട്ടിച്ചു കൊടുക്കേണ്ടത് എന്നാണ് എനിക്കൊരു ഐഡിയ ഇല്ലാത്തത്. അപ്പം ഞാനിത് ഈ ഒരു കാർഡ് എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒന്ന് പരത്തി കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഈ ഒരു കാർഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. വളഞ്ഞല്ലോ. ഈ ഒരു കാർഡ് നമ്മൾ എടുത്തിട്ട് ഇവിടെ ഒട്ടിക്കും ഗൈസ്. നമ്മളിത് ഈ ഒരു ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, 2 ഇതിലും പേജസിലും കാർഡായി. നമ്മളിതാ ഇതിങ്ങനെ 2-3 പീസിൻ്റെ അതിൽ ബാക്കിയുണ്ട്. അപ്പം ഇത് യൂസ് ചെയ്യാം നമുക്ക്. ഇത് 2 പീസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ലാത്തൊരു ജേണലാക്കി എടുക്കാൻ എനിക്ക് കഴിയും. കാരണം എൻ്റെ കയ്യിൽ അതിനുള്ള ഒരു അക്സസറീസ് ഉണ്ടല്ലോ. ഈ ഒരു ജേണൽ ചെയ്യാനായിട്ട് ഒരു അക്സസറീസ് നെസസറി അല്ല. പറയുമ്പോൾ എന്തോപോലെ അല്ലേ ഗൈസ്. അക്സസറീസ് നെസസറി അതല്ല. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ കേട്ടോ. പക്ഷേ ഞാനിതൊക്കെ ഒന്ന് ഒരു ഒറിജിനാലിറ്റി ആയിട്ടാണെങ്കിൽ ഇത് വാങ്ങണമല്ലോ. ഞാനിത് വാശി പിടിച്ച് വാങ്ങിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്കിത് ഇഷ്ടമായി കേട്ടോ. നല്ലൊരു രസമുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഗ്രീൻ ലീഫാണല്ലോ. അപ്പോൾ ഈ ഒരു ഇതിൽ ഗ്രീൻ ലീഫ് എന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് വേറെ ജേണലിൽ ഒട്ടിച്ചു കൊടുത്തു. അതുകൊണ്ട് അത് ഇപ്പം ഉണ്ടായിരുന്നില്ല. അതെല്ലാ നോട്ടിലും ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ ഗ്രീൻ ലീഫ് എഴുതിയിട്ട് ആ ഒരു കോട്ട ഞാൻ മാത്രം വെട്ടിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെവിടെ ഒട്ടിച്ച് എന്നാൽ ഇവിടെ കണ്ടോ അതൊരു കോട്ട് മാത്രം വെട്ടിയെടുത്ത് ഒട്ടിക്കാം. അങ്ങനെയൊക്കെ ചെയ്യും. നമുക്കിഷ്ടമുള്ള പോലെ നമുക്ക് ഈ ഒരു ഇത് കണ്ടോ ഞാൻ കാർഡൊക്കെ ഇങ്ങനെ വെട്ടി ഒട്ടിക്കാം. അതൊക്കെയാണ് കേട്ടോ ഇത് ജേണലിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിങ്ങനെ ഓരോന്ന് വെട്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഒട്ടിക്കാം.
മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രാഫ്റ്റ് കിറ്റൊക്കെയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലത്തെ സാധനങ്ങളൊന്നും നമ്മൾ അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ലല്ലോ. പക്ഷേ ഈ ജേർണലിൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ഈ മെമോ പാഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല. അയ്യോ, ചെറുതായിട്ടൊന്ന് തലനീഞ്ഞ് പോയി. കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഒട്ടിക്കുന്നുണ്ട്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ, ഇങ്ങനെ ഇതിങ്ങനെ ഒട്ടിക്കുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഞാൻ ഒട്ടിക്കുന്നത്. ഇപ്പം ഇതാകപ്പാട് ഇങ്ങനെയാണ് എൻ്റെ ഒരു ജേണലിരിക്കുന്നത്. നമുക്കിതിൽ നിന്നൊരു ലിസ്റ്റ് എടുക്കണം. എല്ലാതും കഴിയാനായിട്ടോ, 4-5 ജേണൽ ചെയ്തപ്പോഴേക്കും. ഇതിൽ നിന്ന് ഞാൻ ഇത്ര പോകുന്നൊരു പീസാണ് എടുത്തിട്ടുള്ളത്. അയ്യോ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അതങ്ങനെ ഒട്ടിച്ചാലുള്ളൊരു ഗുണം. അതൊരു ഭംഗിയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ ലിസ്റ്റ് എന്നൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ കീറിയൊന്നും ഒട്ടിക്കാൻ പാടില്ല, നോട്ടൊന്നും. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒട്ടിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇതാ എൻ്റെ അമ്മ ഒരു ആപ്പിൾ കൊണ്ടു തന്നു. നല്ല മധുരമുണ്ട് കേട്ടോ ഗൈസ്. നമ്മളത് ഒന്ന് കയറിയെടുത്തു. അതവിടെ ഒട്ടിച്ചെടുത്തു. ഉണ്ടപ്പോളെ ഇപ്പം ഈ ജേണലിരിക്കുന്നത് ഇതുപോലെയാണ്. വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഇത് ജേണലിന്. നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെട്ടിയെടുത്ത് കൊടുക്കണം. നമ്മളിതിൻ്റെ ബാക്കിലോട്ട് പശ തേച്ചിട്ട്, എൻ്റെ ഏകദേശം എല്ലാ ജേണലും ഒരേപോലെയാണ് ഗൈസ്. അതാണ് എൻ്റെ ഒരു ജേണലിങ്ങിൻ്റെ ഒരു കുഴപ്പം. അയ്യോ, ആ ഒരു നമ്മളൊരു സ്ക്രാപ്പ് പേപ്പർ ഒട്ടിച്ചിരുന്നില്ലേ, ലിസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ഓരോ കോഡ്സൊക്കെ എഴുതി കൊടുക്കാമല്ലോ. ഇനി ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. വലിയ ഭംഗിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ച് കുഴപ്പമില്ല കേട്ടോ, ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഭയങ്കര ഭംഗിയെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്തു. അതൊന്നും നമ്മൾ വെറുതെ കളയാറില്ലല്ലോ. അടുത്തായിട്ട് നമുക്ക് നോക്കിയാൽ എന്താണെന്ന്. ഇതാ കണ്ടോ, ഈ ഒരു ഐറ്റമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അടുത്തായിട്ട് കാർഡാണ്. സ്റ്റാമ്പ് എന്നൊക്കെയാണ് എൻ്റെ ക്ലാസ്സിലെ ഹുദ പറഞ്ഞത്. നമ്മളിതാ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ബ്ലാങ്ക് ആയ സ്ഥലത്ത്. അതിൽ നമുക്ക് എന്തെങ്കിലും കോട്ടൊക്കെ എഴുതാം കേട്ടോ. ഇനി അടുത്ത എന്താ നോക്കിയാലോ. അടുത്തത് ദിസ് സ്ക്രാപ്പ് പേപ്പറാണ്. ഇത് ഫുള്ളാക്കുവാണ് കേട്ടോ ഞാനിത്. ഇത് ഞാനൊരു ബ്ലാങ്കൊക്കെയാണ്, ബ്ലാങ്ക് ആയിപ്പോയൊരു ഇത്. ഇനി ഇത് ബ്ലാങ്കൊക്കെ മറയ്ക്കാൻ നമുക്ക് ഇനിയും സാധനങ്ങളുണ്ട്. വാഷി ടാപ്പ്, ഇനിയിപ്പോൾ ഏതൊക്കെയുള്ള വാഷി ടാപ്പ് വരാനുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വരാനുണ്ട്. അതിൻ്റെ ബാക്കി പീസ് ഇതാ. അത് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണേ.
അപ്പോൾ ബായ്. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇനി അടുത്ത രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്നേക്കും. ബായ്.